പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്കുള്ള തിരിച്ചടി ഇറാൻ നൽകിയത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ മാത്രമല്ല, എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിലും ഇറാന്റെ മിസൈലുകൾ എത്തി. ഇറാന് തിരിച്ചടി നൽകണമെന്ന വികാരം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായി. അമേരിക്കയുമായി ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നതിന്റെ സാധ്യത സൗദി അറേബ്യ പരിഗണിക്കുകയും ചെയ്തു. ആ പ്രസ്താവനകൾക്കപ്പുറം ഒന്നും സംഭവിച്ചില്ല. ഇറാന്റെ പ്രഹരം ഇടതടവില്ലാതെ ഏറ്റുവാങ്ങി എല്ലാ ഗൾഫ് രാജ്യങ്ങളും. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE ആണ്. അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ ധനകാര്യ ബന്ധങ്ങളുള്ള UAE ഇറാൻ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. ഇറാൻ യുദ്ധത്തിനോട് സൈനികമായി ശക്തിയുള്ള സൗദിയുടെ പ്രതികരണം UAE ചൊടിപ്പിച്ചു. ഇറാനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്തതിലുള്ള അമർഷം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അതിനിർണായകവും ഒരേ സമയം അപ്രതീക്ഷിതവുമായ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് UAE എടുത്തിരിക്കുന്നത്. ആഗോള എണ്ണ വിപണിയിലെ വില നിയന്ത്രണത്തെ തന്നെ സ്വാധീനിക്കുന്ന കൂട്ടായ്മയിൽ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പടിയിറങ്ങി UAE. ഒപെക് എന്ന ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ നിന്ന് അംഗത്വം ഉപേക്ഷിച്ച് UAE ഇറങ്ങിപ്പോരുമ്പോൾ അവശേഷിക്കുന്നത് ഒരു പിടി ചോദ്യങ്ങളാണ്. റഷ്യ ഉൾപ്പെടുന്ന ഒപെക് ഇതര എണ്ണ കയറ്റുമതി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒപെക് പ്ലസിലെ അംഗത്വവും UAE ഉപേക്ഷിച്ചിട്ടുണ്ട്. മറ്റന്നാൾ തന്നെ UAEയുടെ തീരുമാനം പ്രാബല്യത്തിലാകുകയും ചെയ്യും. ഇവിടെ UAE അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ പലതാണ്. ഒപെക്കിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റം ആഗോള എണ്ണ വിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റവും ചലനവും എന്താണ്? ഒപെക് പ്ലസ് കൂട്ടായ്മകളിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന അസ്വാരസ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കാര്യം എന്തൊക്കെയായാലും ഒപെക് എന്ന നിയന്ത്രണത്തിൽ നിന്ന് മാറി വിപണി സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കാനാകും എന്നതാണ് ഒപെക്കിൽ നിന്നുള്ള പിന്മാറ്റം വഴി UAE ലക്ഷ്യമിടുന്നത്. UAE ചെയ്തത് ഒരു ബ്രെക്സിറ്റ് ആണെന്ന് പറയാം. യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് എന്ന് സ്വയം വിചാരിച്ച ബ്രിട്ടൻ ആ ബന്ധം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് നിലകൊള്ളുകയാണ് ഇപ്പോൾ. പക്ഷേ രണ്ടാം ലോക യുദ്ധത്തിന്റെ സാഹചര്യമല്ല നിലവിലിരുത് എന്ന് ബ്രിട്ടൻ മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയി. ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ UAE ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും വിട്ടുപോരുന്നത് അവരെ സ്വതന്ത്രരും ശക്തരുമാക്കും. ഇറാൻ ആക്രമണങ്ങളോടുള്ള ഗൾഫ് സഖ്യകക്ഷികളുടെ ദുർബലമായ പ്രതികരണത്തെ UAEയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അൻവർ ഗർഗാഷ് വിമർശിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് UAE ഒപെക് സംഘടനകളിൽ നിന്ന് പുറത്തിറങ്ങിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ലോജിസ്റ്റിക് പിന്തുണ നൽകിയെങ്കിലും അവരുടെ രാഷ്ട്രീയ സൈനിക പ്രതികരണം പരാജയപ്പെട്ടുവെന്ന് അൻവർ ഗർഗാഷ് പറഞ്ഞിരുന്നു. GCCയുടെ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായതായിരുന്നുവെന്നും ഗൾഫ് പങ്കാളികളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് ഗർഗാഷ് പരസ്യമായി തന്നെ പറഞ്ഞത്. 6 പതിറ്റാണ്ടോളം നീണ്ട ബന്ധം ഉപേക്ഷിച്ചാണ് ഒപെക്കിൽ നിന്ന് UAE പടിയിറങ്ങുന്നത്. അതും ഏറ്റവും അടുത്ത സഖ്യരാഷ്ട്രമായ സൗദിയോട് പോലും ആലോചിക്കാതെ. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധി രൂപപ്പെട്ടതും എണ്ണ ഉൽപാദനവും കയറ്റുമതിയും തടസ്സപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് UAE അപ്രതീക്ഷിത തീരുമാനമെടുത്ത് രംഗത്ത് വന്നത്. ഉൽപാദന നയവും ഉൽപാദന ശേഷിയും വിലയിരുത്തിയും ദേശീയ താൽപര്യം മുൻനിർത്തിയും എടുത്ത തീരുമാനമെന്നാണ് UAE ഊർജ്ജ മന്ത്രാലയം ഈ തീരുമാനത്തെ വിശേഷിപ്പിച്ചത്. ഒപെക് അംഗരാജ്യങ്ങളുടെ ഒന്നിച്ചുള്ള തീരുമാന പ്രകാരം UAEക്ക് എണ്ണ ഉൽപാദനം കാര്യമായി കണ്ട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നിരുന്നു. നിലവിൽ ഒപെക് തീരുമാന പ്രകാരം UAEക്ക് ഉൽപ്പാദിപ്പിക്കാനാകുന്ന എണ്ണയുടെ അളവ് പ്രതിദിനം 30 ലക്ഷം ബാരൽ എണ്ണയാണ്. ഈ നിയന്ത്രണത്തിൽ ശരിക്കും കുറെ കാലമായി UAE അതൃപ്തിയിലായിരുന്നു. ഇതിനിടയിലാണ് ഇറാൻ ഹോർമൂസ് അടച്ചിട്ട് പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഇതോടെ നിലവിലെ ഉൽപാദനവും കയറ്റുമതിയും പോലും തടസ്സപ്പെട്ടു. ഈ സാഹചര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് UAE ഒപെക് അംഗത്വം ഉപേക്ഷിക്കുന്നത്. എണ്ണ ഉൽപാദനം കൂട്ടണമെന്ന് ഏറെക്കാലമായി UAE ആലോചിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 40 ലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള UAE ഒപെക് അംഗരാജ്യങ്ങളുടെ നിയന്ത്രണം മൂലം ഉൽപ്പാദിപ്പിക്കുന്നത് 30 ലക്ഷം ബാരലാണ്. ഇത് 50 ലക്ഷം ബാരലായി ഉയർത്താനുള്ള ലക്ഷ്യവും UAE ആസൂത്രണം ചെയ്തിട്ട് നാളേറെയായി. എന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒപെക്കിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ അതിന് സാധിച്ചിരുന്നില്ല. ഒപെക് അംഗത്വം ഉപേക്ഷിച്ച സ്ഥിതിക്ക് UAEക്ക് എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. അതിനൊപ്പം നിലവിൽ ഹോർമൂസിലെ പ്രതിസന്ധി നീക്കുന്നതിന് ഇറാനും US ചർച്ചകൾ നടത്തുന്നുണ്ട്. ഹോർമൂസ് പ്രതിസന്ധി തീർന്ന് കടലിടുക്ക് തുറക്കുകയും എണ്ണ കയറ്റുമതി പഴയ പടിയാകുകയും ചെയ്താൽ അത് വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. UAE കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് കൂടുതൽ സ്റ്റോക്ക് എത്തുന്നതിനും രാജ്യാന്തര വിപണിയിൽ വില താഴുന്നതിനും ഇടവരുത്തും. UAE സ്വന്തം നിലയിൽ എണ്ണ വിപണിയിലേക്ക് കടക്കുന്നത് അസംസ്കൃത എണ്ണയുടെ രാജ്യാന്തര വില നിർണയത്തിൽ രാജ്യത്തിന്റെ നിലപാടുകൾ നിർണായകമാക്കും.
ഇനി മുതൽ വിപണിയിലെ ആവശ്യത്തിനനുസരിച്ച് അസംസ്കൃത എണ്ണ ലഭ്യമാക്കുമെന്ന് UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിപണി സാഹചര്യം അനുസരിച്ച് വില നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനും ഇനി UAEക്ക് സാധിക്കും. ഒപ്പക്കിന്റെ നിയന്ത്രണമില്ലാതെ ഉൽപാദനം കൂട്ടി അടുത്ത വർഷത്തേക്കുള്ള ഉൽപാദനക്ഷമമായ 50 ലക്ഷം ബാരൽ എന്ന നിർണായക ലക്ഷ്യസ്ഥാനം കൈവരിക്കുകയും ചെയ്യാം. ഒപ്പക്കിന്റെ നിയന്ത്രണം ഇല്ലാത്തതിനാൽ വിപണിയുടെ ആവശ്യമനുസരിച്ചും ഇഷ്ടമുള്ള വിലയ്ക്കും വിപണിയിൽ എത്തിക്കാനും UAEക്ക് ഇനി സാധിക്കും. അതായത് വിപണിയിൽ എണ്ണവില കൂടിയിരിക്കുന്ന ഘട്ടത്തിലും തങ്ങളുടെ എണ്ണ വില കുറച്ച് വിൽക്കണമെന്ന് UAEക്ക് തോന്നിയാൽ എതിർക്കാൻ ആർക്കും കഴിയില്ല. മറിച്ചു തോന്നിയാൽ അതും അനുഭവിക്കേണ്ടി വരും. എണ്ണ ഉൽപാദന രംഗത്ത് വലിയ പല ലക്ഷ്യങ്ങളുമായി മുന്നേറുകയായിരുന്നു UAE. 2050ഓടെ നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തിനായുള്ള ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനായി ശതകോടികളുടെ നിക്ഷേപ പങ്കാളിത്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒപ്പക്കിലും ഒപെക് പ്ലസിലും അംഗത്വം തുടരുന്നത് തങ്ങളുടെ ഭാവിയിലെ വലിയ ലക്ഷ്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ UAEക്കുണ്ട്. അതുകൊണ്ടാണ് ഹോർമുസ് അടഞ്ഞുകിടക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ UAE ഒപ്പക് വിടുന്നത്. ഒപ്പക്കിനെ നിയന്ത്രിക്കുന്ന സൗദിയോട് മാത്രമല്ല, ഒപ്പക്കിലെ ഒരു അംഗരാജ്യങ്ങളുമായും ഈ ഇറങ്ങിപ്പോക്ക് UAE ചർച്ച ചെയ്തിട്ടില്ല. സംഘടനയുടെ ഭാഗമായിരിക്കുമ്പോൾ പലപ്പോഴും ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായ ഊർജ്ജ നയം സ്വീകരിക്കേണ്ടി വരും. ഇതാണ് എണ്ണ ഉൽപാദനത്തിൽ കുറവ് വരുത്തേണ്ടി വരുന്നത്. ആഗോള വിപണിയിൽ എണ്ണ വില താഴാതെ നിർത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നു മുൻപ് ഒപെക് രാജ്യങ്ങൾ നിശ്ചിത അളവിൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇത് തങ്ങളുടെ പരിധിയേക്കാളും കുറഞ്ഞ അളവിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ സമ്മർദ്ദമുണ്ടാക്കിയത് UAEയെ അതൃപ്തമാക്കിയിരുന്നു. ചെലവ് കുറവ്, സുസ്ഥിരത എന്നിവയ്ക്ക് മുൻഗണന നൽകി ഇക്കാര്യങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സംഘടനയ്ക്ക് പുറത്തു പോകുന്നതാണ് അഭികാമ്യമെന്ന് വിലയിരുത്തിയാണ് UAEയുടെ പടിയിറക്കം. ഒപ്പക് വിടാനുള്ള UAEയുടെ തീരുമാനം ഇന്ത്യക്കും നേട്ടമുണ്ടാക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉള്ളതിനാൽ തീരുവയില്ലാതെ കുറഞ്ഞ വിലയിൽ ഇന്ത്യക്ക് UAEയിൽ നിന്ന് എണ്ണ വാങ്ങാം. രൂപയിൽ വ്യാപാരം നടത്താമെന്നതിനാൽ ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ കണ്ടെത്തേണ്ട ആവശ്യവും വരുന്നില്ല. UAEയുടെ തീരുമാനം രാഷ്ട്രീയമായി ട്രംപിനും ഏറെ ഗുണം ചെയ്യുന്നതാണ്. എണ്ണവില കൃത്യമായി പെരുപ്പിക്കുന്ന സംഘടനയെന്ന് ട്രംപ് വിശേഷിപ്പിച്ച ഒപ്പക്കിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റം ട്രംപിന് തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ബലം പകരും. മാത്രമല്ല, കൂട്ടായ തീരുമാനമെടുക്കുന്നതിൽ ഒപ്പക്കിന് കഴിയുന്നില്ല എന്ന വിലയിരുത്തലിനും ഇടവരുത്തും. ഒപ്പക്കിന്റെ വിശ്വാസ്യതയെയും ശക്തിയെയും ഇത് ബാധിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട്. മാത്രമല്ല, ഒപ്പക് ദുർബലമായാൽ രാജ്യാന്തര എണ്ണ വിപണിയിൽ US-ന് മേൽക്കൈ നേടാനുള്ള അവസരമൊരുങ്ങുമെന്നതും UAEയുടെ തീരുമാനമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതമാണ്. 1960 സെപ്റ്റംബർ 14 ഇറാഖിലെ ബാഗ്ദാദിൽ ഇറാനും ഇറാഖും കുവൈറ്റും സൗദിയും വെനസ്വലയും മുൻകൈയെടുത്താണ് ഒപ്പക് എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. 1967 UAE ഒപ്പക്കിൽ അംഗമായി. സൗദിയും ഇറാഖും കഴിഞ്ഞാൽ ഒപ്പക്കിൽ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാണ് UAE. നേരത്തെ 2019 ഖത്തർ ഒപ്പക് അംഗത്വം ഉപേക്ഷിച്ചിരുന്നു. അതിനു മുൻപ് 2016 ഇന്തോനേഷ്യയും ഖത്തറിന് പിന്നാലെ ഇക്വഡോറും അങ്കോളയും അംഗത്വം ഉപേക്ഷിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ഇനി ഒപ്പക്കിൽ അവശേഷിക്കുന്നത് സൗദിയും കുവൈറ്റും മാത്രമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ സൗദി, ഇറാഖ്, ഇറാൻ, കുവൈറ്റ്, വെനസ്വല, ലിബിയ, അൾജീരിയ, നൈജീരിയ, ഗബോൺ, ഇക്വറ്റോറിയൽ ഗിനി, കോങ്കോ എന്നിവരാണ് ഒപ്പക്കിലെ അംഗരാഷ്ട്രങ്ങൾ. ഇവർക്കൊപ്പം റഷ്യ, കസാഖിസ്ഥാൻ, അസർബൈജാൻ തുടങ്ങിയ 10 രാജ്യങ്ങൾ കൂടി ചേരുന്നതാണ് ഒപെക് പ്ലസ്. UAE കൂടി പുറത്തു പോകുന്നതോടെ അംഗരാജ്യങ്ങളുടെ എണ്ണം 11 ചുരുങ്ങിയിട്ടുമുണ്ട്.